ഹായ്, നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന വീട് വരുന്നത് തേവയ്ക്കൽ എന്ന സ്ഥലത്താണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും കേവലം 4 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് വീട് വരുന്നത്. എറണാകുളം പൂക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു 300 മീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള അകലം വരുന്നത്. 4.5 സെൻറ്റ് 2000 സ്ക്വയർ ഫീറ്റിൽ മോഡേൺ ഡിസൈനിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ളൊരു വീട്. ഈ കാണുന്ന വീടിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ബോക്സി ടൈപ്പ് എലവേഷനാണ് ഫുള്ളായിട്ട് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്തായിട്ട് ബാൽക്കണി കാണാം. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലാഡിംഗ് സ്റ്റോണുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. പൂർണ്ണമായും ഒരു കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഇനി വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് ഈ കാണുന്ന പഞ്ചായത്ത് റോഡാണ്. ഏകദേശം ഒരു 6 മീറ്റർ വിടുത്തുള്ള പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. അപ്പോൾ നമുക്ക് മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതാണ് മതിൽ. വളരെ സിമ്പിളായിട്ടുള്ള മതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ടൈലുകളാണ്, ക്ലാഡിംഗ് ടൈലുകൾ നൽകിയിട്ടുണ്ട് ഈ മതിലിൻ്റെ പില്ലറിലായിട്ട്. അവിടെ ഒരു ഗേറ്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് ഇവിടെയാണ് വരുന്നത്. സ്ലൈഡിങ് ഗേറ്റ് ആണ് വരുന്നത്. വലിയ ഹൈറ്റുള്ള സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തേക്കും 2 ഭാഗത്തേക്കും സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഗേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് വരാം വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക്. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള ഒരു കോമ്പൗണ്ട് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ബാംഗ്ലൂർ സ്റ്റോണാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് ഈ വീടിൻ്റെ കാർ പോർച്ച് വരുന്നത്. സ്ക്വയർ ട്യൂബും പോളികാർബണേറ്റ് ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് കാർ പോർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് കാർ പോർച്ചിൻ്റെ നിർമ്മാണം വരുന്നത്. ഈ ഭാഗത്തായിട്ട് കാർ പോർച്ചിൻ്റെ ഡിസൈനിനോട് കൂടി സ്ക്വയർ ട്യൂബിൽ ഒരു ഡിസൈൻ വർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയ ഒരു ഗാർഡൻ സ്പേസ് ഈ ഭാഗത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് ഈ ഭാഗത്തും ചെറിയൊരു ഗാർഡൻ സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. വീടിൻ്റെ ഈ ഭാഗത്തായിട്ട് ഏകദേശം ഒരു 2 മീറ്ററോളം സ്പേസ് ഉണ്ട്. ഇവിടെ ഇന്റർലോക്കിംഗ് ബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത്. കിണർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഈ വീടിരിക്കുന്ന സ്ഥലം ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ്. ഈ ഭാഗത്തായിട്ടാണ് കിണർ ഗ്രില്ലൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് വീടിൻ്റെ അകത്തേക്കാണ്. അകത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് സിറ്റ് ഔട്ട് വരുന്നത്. വലിയ വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 5-6 ചെയറൊക്കെ ഇട്ടിരിക്കാവുന്ന രീതിയിലുള്ള വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ടാണ് വരുന്നത്. എൻ്റെ പുറകിലായിട്ടൊരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. അവിടെ ക്ലാഡിംഗ് ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഗ്രാനൈറ്റിൻ്റെ പീസും നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ 2 പാളികളായിട്ടാണ് വരുന്നത്. 2 ഹാൻഡിലുകൾ നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ്. ഇതാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ. നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഗസ്റ്റ് ലിവിങ് ഏരിയ. ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3 പാളി ജനൽ ഇവിടെ വരുന്നുണ്ട്. TV യൂണിറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. TV യൂണിറ്റിൻ്റെ ഈ ഭാഗത്ത് TV വരുന്ന ഭാഗത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് LED ലൈറ്റുകൾ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ലെഡ്ജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്യൂരിയോസ് വയ്ക്കാവുന്ന കുറച്ച് പോർഷൻ ഇവിടെ ചെയ്തിരിക്കുന്നു. താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലൂവേഴ്സ്, വുഡിൻ്റെ ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ട് ഫോൾ സീലിംഗ് വർക്ക് വരുന്നു. വുഡൻ ടെക്സ്ചറാണ് അവിടെ വരുന്നത്. ഈ മുകളിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നുണ്ട്. അവിടെ വുഡൻ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മുകളിൽ ഭാഗത്ത് കാണാൻ നമുക്ക് 2 സ്ക്വയർ ഡിസൈൻ അവിടെ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കാണ്. വലിയ ടൈലുകളാണ് ഡൈനിങ് ഏരിയയിലും ലിവിങ് ഏരിയയിലും എല്ലാം നൽകിയിരിക്കുന്നത്. വെട്രിഫൈഡ് ടൈലാണ് വരുന്നത്. അത് ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനിലുള്ള ടൈലാണ് വരുന്നത്. ഇതാണ് വാഷ് കൗണ്ടർ. സൊമാനിയുടേതാണ് വാഷ് ബേസ്. ഇവിടെ ഒരു LED മിറർ വരുന്നുണ്ട്. ഇവിടെ മൾട്ടിവുഡിലുള്ള ഡിസൈൻ വർക്ക് കാണാം. ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ടേബിൾ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റ് ആണ്. സ്റ്റോറേജ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. നമുക്ക് ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് കിച്ചൺ നോക്കാം. ഇവിടെയാണ് കിച്ചൺ വുഡൻ ഡോറാണ് വരുന്നത്. ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. കിച്ചണിലേക്ക് വന്ന സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. ഇവിടെ ടേബിൾ ടോപ്പായി ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളറിലാണ് മുകളിലുള്ള ഓവർഹെഡ് കബോർഡുകൾ വരുന്നത്. ഇവിടെ ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ താഴെയും ചെയ്തിരിക്കുന്നു. 2 വിൻഡോകൾ വരുന്നുണ്ട്. കിച്ചൺ വിൻഡോകൾ 2 വരുന്നുണ്ട്. ഈ കബോർഡുകൾക്ക് അടിയിലായിട്ട് LED ലൈറ്റുകൾ കൊടുത്തിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു
ടാപ്പ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു സിങ്കും വരുന്നുണ്ട്. ഈ വീടിന് നമുക്ക് പുറകുവശത്തായിട്ട് വലിയൊരു വർക്ക് ഏരിയ കൂടി ലഭ്യമായിട്ടുണ്ട്. കിച്ചൺ പോലെ തന്നെ വിശാലമാണ് വർക്ക് ഏരിയയും. ഇത് പോളികാർബണേറ്റ് ഷീറ്റ് ഉപയോഗിച്ച് മറച്ചിട്ടുണ്ട്. മുകളിൽ ഡ്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട്. ഇവിടെ സിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴത്തെ നിലയിലുള്ള ബെഡ്റൂം നോക്കാം. കിച്ചണോട് ചേർന്ന് തന്നെയാണ് ആ ബെഡ്റൂമിൻ്റെ ഡോറ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ആ ബെഡ്റൂം. നേരെ കാണുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ ഭിത്തിയാണ്. ഇവിടെ 2 ടൈപ്പ് പെയിൻറ്റിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. അത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിരിക്കുന്നു. ഫോൾ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ സ്റ്റൈലിലുള്ള ഫോൾ സീലിംഗ് വർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 പാളി ജനൽ വരുന്നുണ്ട്. വാർഡ്രോബ് വളരെ വിശാലമായിട്ടുള്ളത് തന്നെയാണ്. അത് നോക്കിയാൽ അറിയാം, ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബാണ്. മൾട്ടിവുഡാണ് മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂം. PVC ഡോറുകളാണ് ബാത്റൂമിന് ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിൻ കാണാം. നല്ല വലിപ്പമുള്ളതാണ് ബാത്റൂം. ഗ്ലോസി ആയിട്ടുള്ള വാൾട്ടൈലാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റും ഏകദേശം ഒരു ഗ്രേ കളറിനോട് സാമ്യമുള്ളൊരു ടൈലുമാണ് ഈ ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ളതുണ്ട്. വാട്ടർ ഹീറ്റർ മുകളിൽ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ട് ഫാൻ നൽകിയിരിക്കുന്നു. സെൻട്രൽ ഭാഗത്തായിട്ടാണ് റെയിൻ ഷവർ വരുന്നത്. കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനും ചെയ്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. 2 ബെഡ്റൂമാണുള്ളത്. നമുക്ക് 2 ബെഡ്റൂം താഴത്തെ നിലയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെയാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അത്ര വലിപ്പം ഈ ബെഡ്റൂമിനില്ല. പക്ഷെ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ്. ഒരേപോലെയുള്ള ജനലുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 പാളി ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ആ വുഡൻ ടെക്സ്ചർ വുഡൻ സ്റ്റൈൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. വാർഡ്രോബ് വരുന്നത് ഇവിടെ ആയിട്ടാണ്. 2 പാളിയുള്ള വാർഡ്രോബാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ്. ഇതാണ് ബാത്റൂം. സെയിം ബാത്റൂം തന്നെയാണ്. സെയിം ടൈപ്പ് ടൈലുകൾ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ക്ലോസറ്റ് വരുന്നുണ്ട്. വാഷ് ബേസിൻ ഈ ഭാഗത്തായിട്ട് വരുന്നത്. ഇവിടെ നോക്കുമ്പോൾ തന്നെ ഷവറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സോപ്പ് ഡിഷ് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് താഴത്തെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിലേക്ക് പോകാം. ഹാൻഡ് റെയിലുകൾ വുഡും MS ഉപയോഗിച്ചിട്ടാണ് ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഭിത്തിയിൽ നോക്കിയാൽ അറിയാം, ഇവിടെ ഈ ഭിത്തി മുഴുവനായിട്ട് ക്ലാഡിൽ ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട്. അത് ഹൈലൈറ്റ് ആയിട്ട് ആ ഭിത്തി ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ ഒരു LED ലൈറ്റും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് വരാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് റൈസറായി ടൈലാണ് വരുന്നത്. ഇവിടെ ഫുട് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയ ആണ്. വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ തന്നെ വരുന്നുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനൽ വരുന്നുണ്ട്. ഇത് ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് തന്നെ ഫ്രഞ്ച് വിൻഡോയാണ്. ഇവിടെ കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് ഫോൾ സീലിംഗ് വർക്കുകൾ കാണാം. ഇവിടെ ഒരു ഷാൻലിയർ LED ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. അപ്പർ ലിവിങ് ഏരിയയുടെ ഭാഗം തന്നെയാണ് ഈ ഏരിയ. അപ്പോൾ വലിയൊരു അപ്പർ ലിവിങ് സ്പേസ് തന്നെ ഈ വീടിന് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 3ാമത്തെ ബെഡ്റൂം നോക്കാം. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ എക്സാക്റ്റ് മുകളിൽ തന്നെയാണ് ഈ ബെഡ്റൂം. അതുകൊണ്ട് തന്നെ ഒരേ വലിപ്പം തന്നെയാണ് താഴത്തെ ബെഡ്റൂമിന് ഈ ബെഡ്റൂമിന് വരുന്നത്. ഇവിടെ 2 ഡിഫറെൻ്റ് ടൈപ്പുള്ള പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനൽ വരുന്നുണ്ട്. ഇവിടെ 2 പാളി ജനലും. ഇവിടെ വാർഡ്രോബ് അതേപോലെ തന്നെയുള്ള വാർഡ്രോബാണ് ഇവിടെ വരുന്നത്. മുകളിൽ ഫോൾ സീലിംഗിലേക്ക് വന്നാൽ വുഡൻ ഡിസൈൻ ഫോൾ സീലിംഗ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ടൈലുകൾക്ക് മാത്രമാണ് അല്പം വ്യത്യാസം. പരിപ്പമെല്ലാം സെയിം തന്നെയാണ്. ഒരേ സ്ഥലത്ത് തന്നെയാണ് ഫിറ്റിങ്സുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി 4ാമത്തെ ബെഡ്റൂം നോക്കാം. 4ാമത്തെ ബെഡ്റൂം താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സ്ഥാനത്ത് തന്നെയാണ് ഈ 4ാമത്തെ ബെഡ്റൂം വരുന്നത്. അതേ വലിപ്പം തന്നെ. ബെഡ്റൂമിനെ കൂടുതൽ പറയാനൊന്നുമില്ല. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഒരേപോലെയുള്ള ഡിസൈൻ. ഈ ഫോൾ സീലിംഗിൽ ചെറിയ വ്യത്യാസം മാത്രമാണ് വരുന്നത്. ഇവിടെയാണ് ബാത്റൂം. 2 ടൈപ്പ് ടൈല് തന്നെ. ടൈലുകളുടെ കളറുകളിൽ അല്പം വ്യത്യാസമുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഇവിടെയും ചെയ്ത് എടുത്തിരിക്കുന്നത്.
ഇനി നമ്മൾ പോകുന്ന യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. യൂട്ടിലിറ്റി ഏരിയ എന്ന് പറയുന്ന ഒരു കവേർഡ് സ്പേസ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കൊരു സ്റ്റഡി റൂം ആക്കണമെങ്കിൽ ആക്കാവുന്ന രീതിയിലുള്ള ഒരു ഏരിയയാണിത്. ഇവിടെ 2 ജനലുകൾ വരുന്നുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട്. മുകളിലെ ടെറസിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് വരുന്നത് ഈ ഭാഗത്തു നിന്നാണ്. ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് വരുന്നത്. ഈ ഭാഗത്തേക്ക് MS-ലാണ് സ്റ്റെപ്പുകൾ ഒരുക്കിയിരിക്കുന്നത്. വീടിൻ്റെ ഓണർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചതാണ് ഈ വീട്. പക്ഷെ കുറച്ച് സാമ്പത്തിക ആവശ്യം വന്നതുകൊണ്ട് മാത്രമാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ട് വച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണി കൂടി നോക്കാം. ഇതാണ് ബാൽക്കണി. ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചാണ് പാരപ്പറ്റി വരുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് ഇവിടെ വരുന്നു. ഇവിടെ സ്ക്വയർ ടൈപ്പിലൊരു ഡിസൈൻ വർക്ക്, ഒരു പർഗോള ഇവിടെയും ചെയ്ത് എടുത്തിട്ടുണ്ട്. 4 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. തേവക്കലിലാണ് ഈ വീട് വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് കേവലം 4 കിലോമീറ്റർ മാത്രമാണ് ദൂരം. കിണർ വെള്ളം ലഭ്യമാണ്. വാട്ടർ കണക്ഷൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ഈ വീട്. കളക്ടറേറ്റിലേക്ക് വരുന്ന ദൂരം വെറും 4 കിലോമീറ്റർ 5 കിലോമീറ്റർ മാത്രമാണ്. നമുക്ക് വിദ്യോദയ സ്കൂളിലേക്കെല്ലാം വളരെ നടന്നു തന്നെ എത്താവുന്ന രീതിയിൽ വളരെ നിസ്സാര ദൂരം മാത്രമാണ് വിദ്യോദയ സ്കൂളിലേക്കുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ വിലയാണ് 95 lakhs ആണ് ഈ വീടിൻ്റെ വില. പക്ഷേ അത് നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങൾ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.